കൂട്ടിരിക്കാൻ ആരുമില്ലാത്ത അതിഥിത്തൊഴിലാളികൾക്ക് കണ്ണൂർ ജില്ലാ ആശുപത്രി പരിസരത്ത് ദാരുണാന്ത്യം. ജില്ലാ ആശുപത്രിയിൽ നിന്ന് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്ത രോഗിയാണ് തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ അവശനിലയിൽ കണ്ടെത്തിയ ഇയാളെ അഗ്നിരക്ഷാസേന എത്തിയാണ് വെള്ളിയാഴ്ച രാവിലെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. ഇവിടെ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു. 108 ആംബുലൻസ് വിളിച്ചു വരുത്തിയെങ്കിലും കൂട്ടിരിപ്പില്ലാത്ത കാരണം രോഗിയെ കയറ്റാൻ ഡ്രൈവർ വിസമ്മതിച്ചു. ജില്ലാ ആശുപത്രിയിലേക്ക് തിരികെ പോയെങ്കിലും സുരക്ഷാ ജീവനക്കാർ തടഞ്ഞ് ചക്രക്കസേരയിൽ നിന്ന് ഇയാളെ നിർബന്ധപൂർവ്വം ഇറക്കിവിട്ടതായാണ് വിവരം. ഇവിടെ നിന്ന് പുറത്തിറങ്ങി നടക്കവേ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. കെ വി ബൈജു വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, ഇങ്ങനെ മനസാക്ഷിയില്ലാതെ ഇയാളോട് പെരുമാറിയത് അത് വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് ശരിക്കും? തീർച്ചയായും രഞ്ജിത്തെ, കണ്ണൂരിലാണ് ഇത്തരത്തിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയോട് കണ്ണില്ലാത്ത ക്രൂരത കാട്ടിയത്. എന്തായാലും മനുഷ്യ മനസാക്ഷി മരവിച്ച ഒരു വിഭാഗം, ഒരു കൂട്ടം ആളുകൾ ഇവിടെ നിസ്സംഗതിയിൽ പൊലിഞ്ഞു പോയത് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ ജീവനാണ്. ഇന്നലെ രാവിലെയാണ് ഈ സംഭവം. അവശ നിലയിൽ കണ്ട ഈ ഇതര സംസ്ഥാന തൊഴിലാളിയെ ഫയർഫോഴ്സ് എത്തിയാണ് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. ഈ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഇദ്ദേഹത്തെ പരിശോധിച്ചപ്പോൾ കാലിന് പരിക്കുണ്ടായിരുന്നു, ഒപ്പം മാനസിക അസ്വസ്ഥവും പ്രകടിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിനുശേഷം ഈ പരിയാരത്തിൽ കൊണ്ടുപോകാനായി നോക്കുമ്പോഴേക്കും ഈ ആംബുലൻസ് ഉണ്ടായിരുന്നില്ല. പിന്നീട് 108 വിളിച്ച് ആംബുലൻസ് എത്തിയപ്പോൾ കൂട്ടിരിപ്പുകാരില്ല എന്ന ഒരു കാരണം പറഞ്ഞ് ഇയാളെ ആംബുലൻസിൽ കയറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. ഇതേ തുടർന്നാണ് ഇദ്ദേഹം വീണ്ടും ഈ ജില്ലാ ആശുപത്രിയിലേക്ക് തന്നെ തിരിച്ചു പോകാൻ ശ്രമിച്ചത്. പക്ഷേ മറ്റൊരു ആശുപത്രിയിലേക്ക് റഫർ ചെയ്തതുകൊണ്ട് തന്നെ ഈ ആശുപത്രിയിൽ കയറ്റാനാകില്ലെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒപ്പം പോലീസും ഇത്തരത്തിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാലും വളരെ ക്രൂരതയാണ് ഇദ്ദേഹത്തെ കാണിച്ച് ഇദ്ദേഹത്തെ വീൽ ചെയറിൽ നിന്നും ഇറക്കി വിടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്കത് കാണാം. പിന്നീട് ഇയാൾ ഈ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോകുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ കണ്ണൂർ നഗര ഹൃദയത്തിൽ തന്നെയാണ് ഇത്തരമൊരു സംഭവം നടന്നത്. ഈ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഈ ചികിത്സ നൽകുകയാണെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നു. ഇയാളുടെ ചികിത്സ നിഷേധിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള ഒരു കണ്ണില്ലാത്തൊരു ക്രൂരത തന്നെയാണ് ഇദ്ദേഹത്തോട് കാട്ടിയത്. എന്തായാലും ഈ സംഭവത്തിൽ ആശുപത്രി അധികൃതരോട് നമ്മൾ സംസാരിച്ചെങ്കിലും ഇത് സംബന്ധിച്ച് വിശദീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. ആശുപത്രി അധികൃതർ ഇത് സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകാൻ തയ്യാറായിട്ടില്ല. ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ട്. ഈ അസുഖബാധിതനായ ഒരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ, അതായത് വീൽ ചെയറിൽ കൊണ്ടുവരുന്ന ഒരു രോഗിയെ കൊണ്ടുപോകുമ്പോൾ ഏത് രീതിയിലാണോ ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടത് അത്തരം മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല. ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇയാളെ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇയാൾക്കൊപ്പം ആരും എത്തിയില്ല ആശുപത്രിയിൽ. പക്ഷേ ഇയാളുടെ അവസ്ഥ മോശമായിരുന്നു. ഇയാൾക്ക് കുഴഞ്ഞു വീണ് മരിക്കാനുള്ള അസുഖമുണ്ടായിരുന്നു, അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും നേരത്തെ പറഞ്ഞ പോലെ റഫർ ചെയ്തു എങ്കിൽ പോലും അത്തരത്തിലുള്ള യാതൊരു കാരുണ്യവും കാണിക്കാതെ, യാതൊരു പരിഗണനയും നൽകാതെ, മുൻകരുതലും സ്വീകരിക്കാതെ ഇയാളെ പറഞ്ഞു വിട്ടു ആശുപത്രി അധികൃതർ എന്ന് വേണ്ടി മനസ്സിലാക്കാൻ. അത്തരത്തിലൊരു സംഗതി നടന്നുകൊണ്ടല്ലേ ഇയാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്? തീർച്ചയായും ഈ ആംബുലൻസ് ഡ്രൈവർ കൂട്ടിയിരിപ്പുകാരില്ല എന്നൊരു കാരണം പറഞ്ഞാണ് ഇദ്ദേഹത്തെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ വിസമ്മതിച്ചത്. പിന്നീട് ഇയാൾ ഇതേ ജില്ലാ ആശുപത്രിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അയാൾക്ക് അവിടെ തന്നെ ചികിത്സ നൽകുമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ജീവൻ നിലനിർത്താൻ പറ്റുമായിരുന്നു. പക്ഷേ മറ്റൊരു ആശുപത്രിയിലേക്ക് റഫർ ചെയ്ത കാരണത്താൽ ഈ ജില്ലാ ആശുപത്രിയിലേക്ക് വീണ്ടും ഇയാളെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒപ്പം പോലീസുകാരും അറിയിച്ചത്. ഇതേ തുടർന്ന് നിസ്സഹായനായ ഒരു വഴിയുമില്ലാതെയാണ് ഇദ്ദേഹം ഈ ആശുപത്രിയിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ നേരത്തെ അവശതയിൽ കണ്ട അതേ സ്ഥലത്തേക്ക് തന്നെ നടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വളരെ ഗുരുതരാവസ്ഥയിലായ ഒരു രോഗിയായിരുന്നു. ഇയാളെ പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് റഫർ ചെയ്ത് ചികിത്സിച്ച ഡോക്ടർമാർ റഫർ ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കാലിനായിരുന്നു ഇദ്ദേഹത്തിന് പരിക്ക്, ഒപ്പം മാനസിക അസ്വസ്ഥവും പ്രകടിപ്പിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇതിൽ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണവും ഇതുവരെ എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രധാനം. രഞ്ജിത്ത്, ഇത് ഈ സാമൂഹ്യ പ്രവർത്തകരടക്കം ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട്. ഈ ആശുപത്രിയുടെ ഇടപെടൽ അല്ലെ അവരുടെ വിശദീകരണം വന്നിട്ടില്ല എന്ന് ബൈജു വ്യക്തമാക്കുന്നുണ്ട്. ഈ എന്തെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ ഒരു പ്രതികരണമൊക്കെ വന്നിട്ടുണ്ടോ? കാരണം ഇങ്ങനെ ഇയാൾ അന്യസംസ്ഥാന തൊഴിലാളിയാണെങ്കിൽ പോലും ഒരു മനുഷ്യനാണ്, കൂട്ടിരിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ ആംബുലൻസ് ഡ്രൈവർ പോലും ഇയാളെ പുറത്താക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നതൊക്കെ എങ്ങനെയാണ് കണ്ണൂർ പരിസരത്തുള്ളവർ, ആശുപത്രി പരിസരത്തുള്ളവർ, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ നോക്കി കാണുന്നത്?
രഞ്ജിത്തെ, ഇതിൽ അത്തരത്തിലുള്ള പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും വേദനാജനകം. നമുക്കറിയാം, എല്ലാ കാര്യത്തിലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മലയാളികൾ എന്ന് നമ്മൾ എപ്പോഴും പറയും. സഹജീവി സ്നേഹത്തിന്റെ കാര്യത്തിൽ എന്നും നമ്മൾ മുന്നിലാണ്. അത്തരത്തിലുള്ള നിരവധി വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, അത്ര സംഭവങ്ങൾ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഈ കാര്യത്തിൽ എന്താണ് മലയാളിയുടെ മാനസികാവസ്ഥ എന്നത് വളരെ വേദനാജനകമാണ്. ഈ മനുഷ്യരെ ഒന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ പോലും ഈ ബസ് സ്റ്റാൻഡിലുള്ള ആൾക്കാർ ആരും തയ്യാറായിട്ടില്ല. ഫയർഫോഴ്സ് എത്തി ഒരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം. നമ്മളും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പലപ്പോഴും യാത്ര ചെയ്യേണ്ടവരാണ്. നമുക്കും ഇതേ അവസ്ഥ നാളെ വന്നേക്കാം. ആ ഒരു ചിന്ത പോലും ഇല്ലാതെ ഒരാൾ പോലും ഇദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാൻ ഉണ്ടായില്ല. ഇതിലൊരു പ്രതികരണം പോലും ആർക്കും പറയാനില്ല. ആശുപത്രി അധികൃതരുടെ ഭാഗത്താകട്ടെ ഇതിലൊരു പ്രതികരണമില്ല. അത്തരത്തിൽ വലിയ ഗുരുതരമായ തെറ്റ് ഈ സംഭവത്തിൽ എന്തായാലും സംഭവിച്ചിട്ടുണ്ട്. ഈ ആരും ചോദിക്കാനില്ലാത്ത ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ ഒരു ചികിത്സ നിഷേധിക്കുക വലിയ ഗുരുതരമായ തെറ്റാണ് എന്തായാലും ആശുപത്രിയുടെ ഭാഗത്തുനിന്നും. ഒപ്പം ഇത് കണ്ടുനിന്ന മനസാക്ഷി മരവിച്ച ഒരു കൂട്ടം സമൂഹത്തിന്റെയും നമ്മുടെ സമൂഹത്തിന്റെയും ഭാഗത്തുനിന്നും ഉള്ളതെന്ന് നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു ദാരുണമായ ഒരു അന്ത്യമാണ് ഇദ്ദേഹത്തിന് സംഭവിച്ചത്. ഈ ആശുപത്രിയിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു സാഹചര്യം, വീൽ ചെയറിൽ നിൽക്കാൻ പറ്റാത്ത ഇയാളെ വീൽ ചെയറിൽ നിന്നും നിർബന്ധിച്ച് ഇറക്കി വിടുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഈ വയ്യാത്ത ഈ മനുഷ്യൻ ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ നടന്നു നീങ്ങുകയായിരുന്നു. അവിടെ നിന്നാണ് ഈ കുഴഞ്ഞു വീണ് മരിച്ചതെന്നാണ് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും ആരെങ്കിലും ഈ കാര്യത്തിൽ ഒരു അനുകമ്പ അല്ലെങ്കിൽ ഒരു സഹതാപം ഇദ്ദേഹത്തോട് കാട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്തരത്തിലാണ് ഇതിന്റെ ഈ ഒരു സംഭവങ്ങൾ പോലീസ് പറയുന്ന സാഹചര്യമുള്ളത്. രഞ്ജിത്ത്, ഏതായാലും ദാരുണമായ സംഭവം ഉണ്ടായത് കണ്ണൂരിലാണ്. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ കുഴഞ്ഞു വീണ് ഒരു അന്യസംസ്ഥാന തൊഴിലാളി മരിക്കുന്നു എന്നുള്ളത്. കാരണം കൂട്ടിരിപ്പ് ആരുമില്ലാത്തതിനാൽ ഇയാൾ കൃത്യമായ ചികിത്സ നൽകുന്നില്ല. ഇയാളെ ആംബുലൻസിൽ കയറ്റാൻ പോലും ആരും തയ്യാറാകാത്ത പശ്ചാത്തലമുണ്ട്. അവശനിലയിലാണ് ഇയാൾ ആശുപത്രിയിൽ എത്തുന്നത്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്ത രോഗിക്കാണ് ഇത്തരത്തിലുള്ള ഒരവസ്ഥയുണ്ടായത്. ശരിക്കും ഇയാളെ ആശുപത്രി അധികൃതർ തന്നെ മുൻകൈയെടുത്ത് ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതാണ്. പക്ഷേ ഇയാളെ കൂട്ടിരിപ്പുകാരാരുമില്ല എന്ന കാരണം പറഞ്ഞു വിടുന്നു. ബസ് സ്റ്റാൻഡ്, തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിലേക്ക് ഇയാൾ ഒരുപക്ഷെ ആശുപത്രിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കണം. ബസ് സ്റ്റാൻഡിൽ ഇയാളെ കുഴഞ്ഞു വീണ് മരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ദൃശ്യങ്ങളിലൊക്കെ നമുക്കത് കാണാം. അയാളുടെ അവശനില അടക്കം നമുക്ക് കാണാം. ഇയാളെ ആ തരത്തിലുള്ള പരിഗണന, ഒരു മനുഷ്യ എന്നുള്ള പരിഗണന ആരും നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ സ്ഥിതി. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അവശനിലയിൽ കണ്ടെത്തിയ ഇയാളെ അഗ്നിരക്ഷാസേന എത്തിയാണ് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് എന്നുള്ളതാണ്. ഇവിടെ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു. 108 ആംബുലൻസ് വിളിച്ചു വരുത്തിയെങ്കിലും കൂട്ടിരിപ്പുകാരില്ലാത്തതിന് കാരണം രോഗിയെ കയറ്റാൻ ഡ്രൈവർ വിസമ്മതിച്ചു. ജില്ലാ ആശുപത്രിയിലേക്ക് തിരികെ പോയെങ്കിലും സുരക്ഷാ ജീവനക്കാർ തടഞ്ഞ് ചക്രക്കസേരയിൽ ഇയാളെ നിർബന്ധപൂർവ്വം ഇറക്കിവിട്ടു. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ബൈജു, അതാണ് ആ ചക്രക്കസേരയിൽ നടക്കം ഇയാളെ ഇറക്കിവിടുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഈ ജീവനക്കാരൻ ഇയാളെ ഇരിക്കാൻ സമ്മതിക്കാത്ത പശ്ചാത്തലം നമുക്ക് കാണാം. ഒപ്പം ആംബുലൻസ് ഡ്രൈവറുടെ ഒരു പ്രവൃത്തി കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഈ കൂട്ടിരിപ്പുകാരുണ്ടെങ്കിൽ മാത്രമേ ഇയാൾ ഉദ്ദേശിച്ച പൈസ, ആംബുലൻസിൻ്റെ പൈസ അടക്കം നൽകേണ്ടതുണ്ട്, അതൊക്കെ ലഭ്യമാവുകയുള്ളൂ. അത്തരം കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ സംഭവിച്ചൊരു കാര്യം, ഇങ്ങനൊരു മനുഷ്യനെ അത്തരത്തിലുള്ള ജീവൻ നഷ്ടപ്പെടുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിന് പിന്നിൽ ഇങ്ങനെ ചിലരുണ്ടായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ജില്ലാ ആശുപത്രി, കണ്ണൂർ ജില്ലയിലെ ഇത്രയും വലിയൊരു ജില്ലാ ആശുപത്രിയിൽ ഒരു ആംബുലൻസ് സൗകര്യം, പെട്ടെന്ന് ഒരു രോഗിക്ക് എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാലും ഒരു ആംബുലൻസ് സൗകര്യം പോലും ഇല്ല എന്ന് പറയുന്നതാണ്. ഈ ആംബുലൻസ് സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് 108ലേക്ക് വിളിച്ച് ഇത്തരത്തിൽ ആംബുലൻസ് വരുത്തിച്ചത്. ആ ഡ്രൈവർ ആകട്ടെ കൂട്ടിരിപ്പുകാരില്ല. രഞ്ജിത്ത് പറഞ്ഞത്, സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഒരു പക്ഷേ പണം കിട്ടില്ല എന്ന് കരുതിയായിരിക്കും ഒരു ഇത്തരത്തിൽ വിസമ്മതിച്ചത്. കൂട്ടിരിപ്പുകാരുണ്ടെങ്കിൽ അവരോട് പണം ഈടാക്കാവുന്ന കാരണമുണ്ടായിരിക്കും. എന്തായാലും ആ ആംബുലൻസ് ഡ്രൈവറുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി. നമുക്കറിയാം, പല കേസുകളിലും ആംബുലൻസ് ഡ്രൈവർമാരുടെ ഒരു മനക്കരുത്തും കൊണ്ട് എത്രയോ ജീവനുകളാണ് രക്ഷപ്പെട്ടു പോകുന്നത്. പക്ഷേ അതിനിടയിലും ഒറ്റപ്പെട്ട ഇത്തരം ആൾക്കാരുണ്ട്, ഇപ്പോഴും ഉണ്ട് എന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ആ ആംബുലൻസ് ഡ്രൈവർ ഒന്നും വിചാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അരമണിക്കൂറിനകത്ത് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലെത്തി വിദഗ്ധ ചികിത്സ നൽകാൻ ഇദ്ദേഹത്തിന് കിട്ടുമായിരുന്നു. അതാണ് നിഷേധിക്കപ്പെട്ടത് ഇത്തരത്തിൽ ഇത് ചിന്ത കൊണ്ട്. എന്തായാലും ആശുപത്രി ഭാഗത്ത് നിന്നും ഇതിന് എന്തായാലും ഒരു മറുപടി പറയേണ്ടി വരും. ആശുപത്രി ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച എന്തായാലും ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലൊരു രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചാൽ ഇത്തരത്തിലാണോ ആശുപത്രിയിലേക്ക് രോഗ ചികിത്സക്കായി കൊണ്ടുപോകുന്നത് എന്നതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ ഒരു ആളെ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. വീൽ ചെയർ, ഇരിക്കാൻ പറ്റാത്ത, നിൽക്കാൻ പോലും പറ്റാത്ത ഒരു മനുഷ്യനെ വീൽ ചെയറിൽ നിന്നും ഇറക്കി വിടുന്ന ഒരു സാഹചര്യം, അത്തരത്തിൽ നമ്മുടെ ആശുപത്രികളിലുള്ള ജീവനക്കാരുടെയൊക്കെ
മാനസികാവസ്ഥ. എന്തായാലും ഇതിൽ ഒരു അന്വേഷണം ഉണ്ടാകണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കൃത്യമായി അന്വേഷിച്ച് ഇതിൽ ആരുടെയും ഭാഗത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ നടപടിയെടുക്കാൻ എന്തായാലും ആരോഗ്യവകുപ്പ് തയ്യാറാകണം. രഞ്ജിത്ത്, അതാണ് ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ഇത്തരത്തിലുള്ള നിരവധി ദാരുണ സംഭവങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.